ഒരുത്തൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. യേശുവിനെ അനുഗമിച്ച ശിഷ്യരോട് യേശു പറഞ്ഞു, നിങ്ങൾ എന്നെ അനുഗമിക്കുവാൻ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ ത്യജിച്ച് തൻ്റെ ക്രൂശെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. പ്രിയപ്പെട്ടവർ, യേശു എങ്ങോട്ടാണ് നടന്ന് നീങ്ങുന്നത്? കഫർനഹൂമിൽ വലിയ അത്ഭുതങ്ങളാണ്. യേശുവിൻ്റെ കൂടെ നടക്കാൻ എല്ലാവരും പ്രിയപ്പെടുകയാണ്. കുരുടൻ്റെ കണ്ണ് തുറക്കുന്നു, മുടന്തൻ തുള്ളിച്ചാടുന്നു, പക്ഷവാതക്കാരൻ എഴുന്നേറ്റ് കിടക്കെടുത്തുകൊണ്ട് നടക്കുകയാണ്. ബഥാനി എന്ന പട്ടണത്തിലേക്ക് വന്നപ്പോൾ 4 ദിവസമായി നാറ്റം വെച്ചവൻ ഉയർത്തെഴുന്നേറ്റ് പന്തിക്കിരിക്കുകയാണ്. യേശുവിനെ അനുഗമിക്കുവാൻ എല്ലാവർക്കും എത്ര സന്തോഷമാണെന്നോ. ആയിരങ്ങൾ തടിച്ചുകൂടുകയാണ്. യേശു മുൻപോട്ട് തന്നെ നടക്കുകയാണ്. അങ്ങനെ അവൻ മുൻപോട്ട് നടന്ന് എത്തിയത് ഗെത്സമനയിലാണ്. ഗെത്സമനയിലെത്തിയപ്പോൾ എല്ലാവരും അവനെ വിട്ട് ചിതറിപ്പോയി. അവിടെ എത്തിയപ്പോൾ അവർക്ക് അവനെ അനുഗമിക്കുവാൻ കഴിഞ്ഞില്ല. ശരിക്കും അത്ഭുതം തുടങ്ങാൻ പോകുന്നത് അവിടെ നിന്നാണ്. പ്രിയപ്പെട്ടവരെ, യേശു എങ്ങോട്ടാണ് നടന്നു പോകുന്നത്? യേശു നടന്നു പോകുന്നത് നിത്യതയിലേക്കാണ്. യേശു നടന്നു പോകുന്നത് തേജസ്കരണത്തിലേക്കാണ്. യേശു നടന്നു പോകുന്നത് നമുക്ക് വേണ്ടി പിതാവ് ഒരുക്കിയ ഭവനത്തിലേക്കാണ്. യേശുവിനെ അനുഗമിക്കുന്നവരോട് യേശു വ്യക്തമായിട്ട് പറഞ്ഞു, നിങ്ങൾ നിങ്ങളെ തന്നെ ത്യജിക്കണം. ജീവനെ വരെ പകയ്ക്കാതിരിക്കുന്നവന് എന്നെ അനുഗമിപ്പാൻ കഴിയത്തില്ല. ജീവൻ വരെ നഷ്ടപ്പെടുത്തേണ്ടി വന്നേക്കാം. ഇഷ്ടങ്ങൾ വേണ്ടെന്ന് വെക്കേണ്ടി വന്നേക്കാം. പ്രിയപ്പെട്ടവരെ, അതാണ് നിത്യതയിലേക്കുള്ള ഏക വഴി. വേറൊരു വഴിയില്ല. വേറൊരു വഴിയില്ല. ഗെത്സമന വഴിയാണ്. ആ ഗോൽഗോത്ത വഴിയാണ് അവൻ നിത്യതയിലേക്ക് പോയത്. നമുക്കും അതേ വഴിയുള്ളൂ. ദൈവം നമുക്കൊരു ക്രൂശ് തന്നിട്ടുണ്ട്. എന്തിനാണ് ക്രൂശ് തന്നത്? ആ വഴിയിലൂടെ പോയ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കൂ. ആ ക്രൂശ് തൻ്റെ ചുമലിൽ വന്നപ്പോൾ യേശു എനിക്കത് വേണ്ടെന്ന് പറഞ്ഞ് അതിനെ ശാസിച്ചോ? അത് മാറിപ്പോകാൻ വേണ്ടി ഉപവസിച്ചോ? ഇല്ല. യേശു അത് ചുമക്കുകയാണ് ചെയ്തത്. നിങ്ങൾക്കൊരു ക്രൂശുണ്ട്, നിങ്ങളത് ചുമക്കണം. ആ ക്രൂശ് ചുമന്നുകൊണ്ട് നടന്നപ്പോൾ ഒത്തിരി നിന്ദയും അപമാനവും പരിഹാസവും ഒക്കെ ഏറ്റു. യേശു എന്താണ് ചെയ്തത്? യേശു സഹിക്കുകയാണ് ചെയ്തത്. ഇത് സഹനങ്ങളുടെ വഴിയാണ്, എന്നാൽ ഇത് നിത്യതയിലേക്കുള്ള വഴിയാണ്. പ്രിയപ്പെട്ടവരെ, ഒടുവിൽ സംഭവിച്ചത് പ്രാണൻ നഷ്ടപ്പെട്ടു. അങ്ങനെ സംഭവിക്കും. അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. യേശുവിൻ്റെ ശിഷ്യന്മാരൊക്കെ എങ്ങനെയാണ് മരിച്ചത്? നല്ലൊരു മരണമാണോ കിട്ടിയത്? ഏറ്റവും ബെസ്റ്റ് മരണമാണ് കിട്ടിയത്. രക്തസാക്ഷികളായി മരിക്കാൻ കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, നാം എങ്ങനെ മരിച്ചാലും നാം യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലാണോ മരിക്കുന്നത് എന്നതിലാണ് കാര്യം. ഗെത്സമന വഴിയുള്ള പോക്ക് ഇടുക്കവും ഞെരുക്കവുമുള്ളൊരു വഴിയാണ്. ഇടുക്കുവാതിലിലൂടെ അകത്ത് കടക്കുവാൻ ശ്രമിക്കുവിൻ. അത് നിത്യതയിലേക്കുള്ള വഴിയാണ്. ഇന്ന് പകൽ നിങ്ങൾ കടന്നു പോകുന്ന ഈ കഷ്ടതയ്ക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യണം. നിങ്ങൾക്ക് നിന്ദയുണ്ടെങ്കിൽ, പരിഹാസമുണ്ടെങ്കിൽ അത് സഹിക്കാൻ മനസ്സ് വയ്ക്കണം. നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ വേണ്ടെന്ന് വയ്ക്കണം, വിട്ടുകൊടുക്കണം.
ഈഗോയെ തച്ചുടയ്ക്കണം, താഴ്ന്നു കൊടുക്കണം. അറുക്കുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ തലകുനിച്ച് നിന്നു കൊടുക്കണം. യേശുവിൻ്റെ പുറകെ പോകുന്നവരോട് യേശുവിന് പറയാനുള്ളത്, അല്പനേരത്തേക്കൊരു വേദനയുണ്ട്, കഷ്ടമുണ്ട്, എന്നാൽ ഈ യാത്ര നിത്യതയിലേക്കാണ്. കഷ്ടതയില്ലാത്ത, ദുഃഖമില്ലാത്ത, മുറിവിളിയില്ലാത്ത, മരണമില്ലാത്ത ഒരു ഭവനത്തിലേക്ക് നീ പ്രവേശിക്കാൻ പോകുന്നു. തന്നെത്താൻ ത്യജിക്കാം, യേശുവിനെ അനുഗമിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.